ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളിലും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗം. തിരുനാളിൽ ആരാധിക്കുവാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരുമുണ്ടായിരുന്നു. ഇവർ ഗലീലിയിലെ ബെത്സൈദായിൽ നിന്നുള്ള പീലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. പീലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും പീലിപ്പോസും കൂടി യേശുവിനെ വിവരമറിയിച്ചു. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയം ആയിരിക്കുന്നു. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാനാവാത്തതാണ് തിരുനാളുകളും ആഘോഷങ്ങളുമൊക്കെ. പലപ്പോഴും ഈ തിരുനാളുകൾ അത് ലക്ഷ്യം വയ്ക്കുന്ന ആ നന്മയിൽ എത്തിച്ചേരാറുണ്ടോ എന്ന് ഒന്ന് ധ്യാനിക്കുന്നത് നന്നായിരിക്കും. ഈശോയുടെ പരസ്യജീവിതത്തിലും ഈശോ ദേവാലയത്തിൽ, ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിനൊക്കെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ യഹൂദനും ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം തിരുനാളുകൾ ആഘോഷിക്കേണ്ടതാണ്. എന്നാൽ എല്ലാ തിരുനാളുകളുടെയും ഒരു ലക്ഷ്യമുണ്ട്, ദൈവികമായ ഒരു ദർശനം, ദൈവ സായുജ്യം, യേശുവിനെ കണ്ടുമുട്ടുന്ന നിമിഷങ്ങൾ. ഇത് തിരുനാളുകളിൽ ഇന്ന് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. ഇത് പറയുവാനായിട്ടുള്ള കാരണം, ഈ അടുത്ത നാളുകളിൽ ഞാൻ കടന്നുപോയ ചില ദേവാലയങ്ങളിൽ കണ്ട ദുഃഖകരമായ സംഭവങ്ങളാണ് എന്നെ ഈ ഒരു വിഷയം വചനം തിരുവചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ചില പ്രബോധനങ്ങളോ സ്നേഹകൽപ്പനകളോ ചില ആചാര അനുഷ്ഠാനങ്ങളോ മാത്രം ഒതുങ്ങുന്നതല്ല. ക്രിസ്തീയ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ജീവിക്കുന്ന, പാപത്തെയും മരണത്തെയും തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന, ചരിത്രത്തെ നയിക്കുന്ന, അനുദിന ജീവിതത്തിൽ യേശുവെ എന്ന് വിളിക്കുന്നവരുടെ ജീവിതത്തിൽ ഇടപെടുന്ന യേശുവിനെ കണ്ടുമുട്ടുന്നതാണ്. യേശുവുമായി വ്യക്തിബന്ധം സ്ഥാപിക്കുന്നതാണ്. യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസ ജീവിതം, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അതിന് സഹായിക്കുവാൻ വേണ്ടിയാണ് തിരുനാളുകളും ആഘോഷങ്ങളുമൊക്കെ നമ്മുടെ ആരാധന ക്രമത്തിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ നമ്മൾ ചേർത്ത് വയ്ക്കുന്നത്. ഒരു ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ട് വചന ശുശ്രൂഷയ്ക്ക് പോയതായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞു, വചന ശുശ്രൂഷയൊക്കെ നന്നായിട്ട് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ പ്രദക്ഷിണമാണ്, റാസായാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. അവിടെ ചെണ്ടമേളമുണ്ട്, ബാൻഡ് മേളമുണ്ട്, ഒത്തിരി ഇങ്ങനെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഞാൻ ദേവാലയത്തിൻ്റെ ആ പുറത്തെത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വല്ലാത്തൊരു ഒച്ചപ്പാട്, വല്ലാത്തൊരു ബഹളം, അസ്വസ്ഥത. പെട്ടെന്ന് ഞാൻ ചെന്ന് അടുത്ത് നിന്ന് ഒരാളോട് ചെന്ന് ചോദിച്ചു, എന്താണ് പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ബഹളം വയ്ക്കുന്ന ആൾ, അദ്ദേഹം അവിടെ കിടന്ന് ബഹളം വയ്ക്കാൻ കാരണം ചെണ്ടമേളം നടത്തേണ്ടവർ അവർ പറഞ്ഞ സ്ഥലത്ത് നിന്നല്ല ചെണ്ടയടിക്കുന്നത്, അവർ മാറി നിന്ന് ചെണ്ടയടിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു പ്രശ്നം ആ സമൂഹത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥതയായി. ഈ ചെണ്ടമേളക്കാരോട് ഇദ്ദേഹം കയർക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും സംസാരിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അവിടെ സംസാരങ്ങളായി, ആശയക്കുഴപ്പങ്ങളായി. ഒരു അഭിഷേകത്തിൻ്റെ, ക്രിസ്തു ദർശനത്തിൻ്റെ സാന്നിധ്യമാകേണ്ട ഇടം ഒരു അസ്വസ്ഥതയുടെ, ആഘോഷങ്ങൾക്ക് മങ്ങൽ കൊടുക്കുന്ന ഒരവസ്ഥയായിട്ട് പരിണമിച്ചു എന്ന് പറയുമ്പോൾ ഒത്തിരി ദുഃഖമുണ്ട്. വിശുദ്ധ സെബസ്ത്യാനോസ് എന്തിനു വേണ്ടി നിലകൊണ്ടു? വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിൽ നിറഞ്ഞു നിന്ന ആ വിശ്വാസ തീഷ്ണതയും സ്നേഹവുമൊക്കെയല്ലേ പങ്കെടുക്കുന്നവർക്ക് ലഭിക്കേണ്ടത്? വിശ്വാസത്തിൽ യേശുവെ സ്നേഹിക്കുവാൻ, യേശുവിന് വേണ്ടി നിലപാടെടുക്കുവാനായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളും ആഘോഷങ്ങളും നമ്മെ സഹായിക്കുന്നില്ലെങ്കിൽ തിരുനാളുകളുടെ അർത്ഥം മറന്ന് പ്രവർത്തിക്കുന്നവരായിട്ട് മാറുന്നു നമ്മൾ.
മറ്റൊരു സംഭവം കൂടെ ഒന്ന് നിങ്ങളുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതത്തിൽ ആഘോഷങ്ങൾ എല്ലാം, കാരണം നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ, ആരാധനക്രമത്തിലൊക്കെ വലിയ വലിയ ആഘോഷങ്ങളാണ്. ക്രിസ്തു രഹസ്യം തന്നെ ഒരു ആഘോഷമല്ലേ? വിശുദ്ധ കുർബാന തന്നെ ഒരു ആഘോഷമല്ലേ? വിശുദ്ധ കുർബാനയിലും യേശുവിനെ കണ്ടുമുട്ടുവാനായിട്ടുള്ള അനുഭവങ്ങളിലേക്കും നമ്മുടെ ആഘോഷങ്ങൾ ഉയരുവാനായിട്ട് കഴിയുമ്പോഴാണ് ദൈവം ഈ ആഘോഷങ്ങളിൽ സംപ്രീതനാകുന്നത്. അതല്ലാതെ ക്രിസ്തുവിനെതിരെ നിലപാടെടുക്കുവാനും സഹോദരങ്ങൾക്കെതിരെ നിലപാടെടുക്കുവാനും വെറുപ്പിൻ്റെയും വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ബലത്തിൽ നിന്നുകൊണ്ട് ആള് കാണിക്കുവാനായിട്ട് നമ്മൾ ചെയ്യുന്ന ആഘോഷങ്ങൾ അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമാവുകയില്ല. ദേവാലയത്തിൽ ഒരു ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് വലിയൊരു ആഘോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കർത്താവ് ദൈവപുത്രൻ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു. പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് അവൻ മനുഷ്യരെ രക്ഷിക്കുവാനായിട്ട് ശൂന്യതയുടെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ആ ഒരു സഹനത്തിൻ്റെ, ആ ത്യാഗത്തിൻ്റെ ഓർമ്മയാണ്. അത് ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനുമുണ്ട്. കാരണം രക്ഷകൻ പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് മനുഷ്യനെ രക്ഷിക്കുവാൻ രക്ഷകൻ വന്നു. അതൊരു ആനന്ദമാണ്. എന്നാൽ ഇത് മറന്നുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആ ആഘോഷം ദൈവത്തെ കണ്ടെത്തുവാൻ, ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ സഹായിക്കാതായി മാറുമ്പോൾ, നമ്മുടെ ചിന്തകൾ ലോകത്തിൻ്റെ തലത്തിലേക്ക് ചെന്ന് വീഴുമ്പോൾ ഈ ആഘോഷങ്ങൾ നമ്മുടെ വിശ്വാസത്തെ വികലമാക്കുകയാണ്. ഒരു ഇടവകയിൽ പാതിരാ കുർബാന കഴിഞ്ഞു. ക്രിസ്മസ് രാത്രിയിലെ പാതിരാ കുർബാന കഴിഞ്ഞിട്ട് പുറത്തു വരുമ്പോൾ കാണുന്നത് ചെറുപ്പക്കാരെല്ലാം ഈ മുഖംമൂടി അണിഞ്ഞ്, പിശാചിൻ്റെ മുഖംമൂടി അണിഞ്ഞ് അവിടെ ഡിസ്കോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വല്ലാത്ത വിഷമം തോന്നി. യേശുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ആ ആഘോഷത്തിൽ മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ നൽകേണ്ടതിന് പകരം ഒരു ലോകത്തിൻ്റെ വികൃതമായിട്ടുള്ള പൈശാചികത തരുന്ന തെറ്റായ സാറ്റാനിക് വർഷിപ്പ് ചെയ്യുന്ന ചില ഗാനങ്ങൾ എടുത്തിട്ടിട്ട് അവിടെ ഡിസ്കോ കളിച്ചുകൊണ്ട് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിന് അവസരം കൊടുത്ത ആ ഇടവക, ആ സ്ഥലത്തെയൊക്കെ അതിൻ്റെ പരിശുദ്ധി തകർക്കുകയല്ലേ ചെയ്തത്? നമ്മുടെ ആഘോഷങ്ങൾ നമ്മുടെ വിശ്വാസത്തെ വികലമാക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ധ്യാനിക്കുന്നത് നന്നായിരിക്കും. പ്രിയമുള്ളവരെ, സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകത്തിൽ ദൈവം ആവശ്യപ്പെടുകയാണ്, 7-ാം മാസം 1-ാം ദിവസം വിശുദ്ധ സമ്മേളനമുണ്ടായിരിക്കണം. അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത്. അത് നിങ്ങൾക്ക് കാഹളം മുഴക്കുവാനുള്ള ദിവസമാകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള 7 വയസ്സുള്ള ചെമ്മരിയാടുകൾ ഇവ അർപ്പിക്കണം. അവരുടെ കൂടെ ധാന്യബലിയായി കാളക്കുട്ടിക്കും 1 എഫായുടെ 10-ൽ 3 മുട്ടാടിന് 10-ൽ 2, ആട്ടിൻകുട്ടി 1-ന് 10-ൽ 1 വീതവും നേരിയ മാവും എണ്ണയും ചേർത്ത് അർപ്പിക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നതിന് 1 കോലാട്ടിൻ മുട്ടനെ പരിഹാര ബലിയായി അർപ്പിക്കണം. അമാവാസികളിൽ അർപ്പിക്കുന്ന ദഹനബലി, അതോടൊന്നിച്ചുള്ള ധാന്യബലി, അനുദിന ദഹനബലി, അതോടൊന്നിച്ചുള്ള ധാന്യബലി, നിയമപ്രകാരമുള്ള അവയുടെ പാനീയബലി എന്നിവയ്ക്ക് പുറമെ കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയാണിത്. പ്രിയമുള്ളവരെ, എല്ലാ അനുഷ്ഠാനങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അതുപോലെ തന്നെ വിശ്വാസങ്ങളിലുമൊക്കെ ആഘോഷങ്ങളുണ്ട്. ഈ ആഘോഷങ്ങളൊക്കെ ഒരു അർത്ഥം തരുന്നുണ്ട്. ഈ ആഘോഷങ്ങൾ ഒരു ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പുറപ്പാട് പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 14 മുതലുള്ള തിരുവചനങ്ങളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ആഘോഷങ്ങളെക്കുറിച്ച് പറയുകയാണ്. എൻ്റെ ബഹുമാനത്തിനായി വർഷം തോറും 3 തവണ നിങ്ങൾ ഉത്സവം ആഘോഷിക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആചരിക്കണം. ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ അബീബ് മാസത്തിലെ 7 നിശ്ചിത ദിവസങ്ങളിൽ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. എന്തെന്നാൽ ആ മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നത്. പ്രിയമുള്ളവരെ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവരുടെയൊക്കെ ഇസ്രായേൽ ജനത്തിൻ്റെ ഓരോ കുഞ്ഞു മുതൽ വൃദ്ധരായിട്ടുള്ള മനുഷ്യൻ്റെ ഉള്ളിൽ തങ്ങൾ ഒരു നാൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നുവെന്നും അതിൽ അത്ഭുതകരമായി ദൈവം തങ്ങളെ എന്നുമുള്ള ആ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ദൃഢപ്പെടുകയും ആ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഈ സമ്മേളനങ്ങൾ, ഈ ആഘോഷങ്ങൾ അവരെ സഹായിക്കുകയും ചെയ്തുവെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന നമ്മുടെ ആഘോഷങ്ങളിൽ ദൈവത്തെ കണ്ടെത്തുവാനും കണ്ടുമുട്ടുവാനും അനുഭവിക്കുവാനും സഹായിക്കുന്നതാണോ നമ്മുടെ ആഘോഷങ്ങളെന്ന് നമ്മൾ ആത്മപരിശോധന ചെയ്യണം. പ്രിയമുള്ളവരെ, വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്.
വയലിൽ നിന്ന് ആദ്യ ഫലങ്ങൾ കൊയ്തെടുക്കുമ്പോൾ, പുത്തരി പെരുന്നാളും വർഷാവസാനം പ്രയത്നഫലം ശേഖരിച്ചു കഴിയുമ്പോൾ സംഭരണ തിരുനാളും ആഘോഷിക്കണം. പുരുഷന്മാരെല്ലാവരും വർഷത്തിൽ 3 പ്രാവശ്യം ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഹാജരാവണം. ബലിമൃഗത്തിൻ്റെ രക്തം പുളിപ്പുള്ള അപ്പത്തോടൊന്നിച്ച് എനിക്കർപ്പിക്കരുത്. ഉത്സവദിനത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ കൊഴുപ്പ് പ്രഭാതം വരെ സൂക്ഷിക്കുകയും അരുത്. വയലിലെ ആദ്യ വിളവിൻ്റെ ആദ്യഫലം നിന്റെ ദൈവമായ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരണം. ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയോടെ പാലിൽ വേവിക്കരുത്. പ്രിയമുള്ളവരെ, ഓരോ ആഘോഷങ്ങളും ഓരോ ഉത്സവങ്ങളും ക്രൈസ്തവ വിശ്വാസത്തോട് ചേർന്നുള്ള ഓരോ ആചാരാനുഷ്ഠാനങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു നിയമ നടപടികളുണ്ട്, ദൈവത്തിൻ്റെ മനസ്സുണ്ട്. ഇത് നമ്മൾ വിസ്മരിക്കപ്പെടുമ്പോഴാണ്, ഇതിന് നമ്മൾ മായം ചേർക്കുമ്പോഴാണ് ആഘോഷങ്ങളൊക്കെ വിശ്വാസത്തിൽ വളർത്തേണ്ടതിന് പകരം വിശ്വാസത്തിൽ നിന്ന് വ്യക്തികളെ അകറ്റി മാറ്റുന്നത്, തളർത്തുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു 2 സംഭവങ്ങൾ. ആ 2 സംഭവങ്ങളിൽ ആദ്യത്തെ ആ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് വിശ്വാസത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും വരേണ്ട ആ കൂട്ടായ്മ പരസ്പരം സ്പർദ്ധയുടെ അവസ്ഥയിലേക്ക് എത്തുകയാണ്, പരസ്പരം വെറുപ്പിൻ്റെ അവസ്ഥയിലേക്ക് എത്തുകയാണ്, പരസ്പരം കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തികൾ എത്തുകയാണ്. എവിടെ നിൽക്കുന്നു നമ്മുടെ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ? വീണ്ടും യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ആ തിരുനാളിൽ പ്രിയമുള്ളവരെ, ഈ യുവാക്കൾ അവർ മുഖംമൂടി, സാത്താനിക്ക് വേഷത്തിൻ്റെ രീതിയിലുള്ള മുഖംമൂടി ഇട്ടിട്ട് ഡിസ്കോ പാട്ട് പാടി ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ അന്ന് ആ യേശുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചു വന്നവരുടെയൊക്കെ ജീവിതങ്ങളെ ഏതവസ്ഥയിലേക്കാണ്, ഏത് ചിന്താഗതിയിലേക്കാണ് കൊണ്ടെത്തിച്ചത് എന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ, കണ്ടെത്തുമ്പോൾ നമുക്ക് തിരിച്ചറിയാം. ചില ആഘോഷങ്ങളൊക്കെ കർത്താവിനെ വേദനിപ്പിക്കുന്നുണ്ട്. ചില ആഘോഷങ്ങളൊക്കെ ദൈവത്തിന് എതിരായിട്ട് മറുതലിക്കുവാനായിട്ട് കാരണമാകുന്നുണ്ട്. ചില ആഘോഷങ്ങളൊക്കെ യേശുവിനെ കണ്ടുമുട്ടേണ്ടതിന് പകരം യേശുവിൽ നിന്ന് വ്യക്തികളെ അകറ്റുവാൻ തക്ക വിധമുള്ള നിലപാടുകളാക്കി മാറുന്നുണ്ട്. നമ്മളൊക്കെ ആഘോഷിക്കുന്ന വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ആഘോഷിക്കേണ്ടതാണ്. നമ്മുടെ വിശ്വാസം ആഘോഷിക്കേണ്ടതാണ്. യേശുവിൻ്റെ മരണവും ഉത്ഥാനവും അവൻ്റെ 2ാം വരവും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ആഘോഷിച്ച് ജീവിക്കേണ്ട ക്രിസ്തീയ ജീവിതം, ഈ ആഘോഷങ്ങൾ വിശ്വാസത്തിലും വിശുദ്ധിയിലും നമ്മളെ വളർത്തുന്നില്ലെങ്കിൽ ഈ ആഘോഷങ്ങൾക്കൊക്കെ എന്തൊക്കെയോ കുറവുണ്ട്. നമ്മൾ ചെയ്യുന്ന ആഘോഷങ്ങളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രീതികരമായിട്ടുള്ള ആഘോഷങ്ങളല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശ്വാസത്തിൽ വളർത്തുന്ന ആഘോഷങ്ങളായിരിക്കണം, ബന്ധങ്ങളെ ദൃഢപ്പെടുത്തുന്ന ആഘോഷങ്ങളായിരിക്കണം. കുറവുകളുള്ളവരെ അല്ലെങ്കിൽ പ്രശ്നക്കാരെ ഒക്കെ നമ്മൾ അകറ്റി നിർത്തിയിട്ട് നല്ലവർ മാത്രം വെച്ച് ആഘോഷിക്കുന്ന ഒരു ക്രിസ്തീയ ആഘോഷമല്ല ക്രിസ്തീയ വിശ്വാസ ആഘോഷം. ചില സ്ഥലങ്ങളിലൊക്കെ വൈരാഗ്യം തീർക്കുവാനായിട്ട് ചില നിലപാടുകൾ പോലും ആഘോഷത്തിൻ്റെ തിരുനാളുകളുടെ ദിനത്തിൽ എടുത്തത് കാണുമ്പോൾ ഒത്തിരി സങ്കടം തോന്നും. ചില വൈദികരോട് ചിലർക്ക് വെറുപ്പുണ്ടെങ്കിൽ തിരുനാളിന് ആ വൈദികരെ വിളിക്കാൻ പാടില്ല എന്നുള്ള ധാർഷ്ട്യം വെച്ചുകൊണ്ട് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഇടവക സമൂഹങ്ങളുണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ, എന്ത് വിശ്വാസ സാക്ഷ്യമാണ് നമ്മൾ കൊടുക്കുന്നത്? മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിനെ നമ്മൾ അവഹേളിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ ക്ഷമയെയും സ്നേഹത്തെയും കരുതലിനെയും നമ്മൾ കരിവാരി തേച്ചുകൊണ്ട് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ നമ്മൾ എന്തർത്ഥമാണ്? അത് പിശാചിൻ്റെ ആഘോഷമല്ലേ? ജ്ഞാനസ്നാന സമയത്തൊക്കെ നമ്മൾ ലത്തീൻ ക്രമത്തിൽ ജ്ഞാനസ്നാന സമയത്ത് എടുക്കുന്ന വ്രതവാഗ്ദാനമുണ്ട്. കുഞ്ഞിനെ പിടിച്ചിരിക്കുന്ന മാതാപിതാക്കളും ഈ കുഞ്ഞിനെ വിശ്വാസത്തിൽ വളർത്തുന്ന ജ്ഞാനപിതാക്കളുമൊക്കെയാണ് ഈ ഉത്തരം കൊടുക്കുന്നത്. വൈദികൻ ചോദിക്കും, നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? അവർ ഈ കുഞ്ഞിന് വേണ്ടി പറയും, ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. നിങ്ങൾ അവൻ്റെ ദുഷ്കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഈ കുഞ്ഞിന് വേണ്ടി അവർ പറയും, ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. അവൻ്റെ ആർഭാടങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഞങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് ഇവർ പറയും. എന്നാൽ പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞ് ജീവിതാനുഭവങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ വളർത്തുന്നതാണോ? എവിടെയൊക്കെ ആർഭാടങ്ങൾ വർദ്ധിക്കുന്നുവോ, വിശ്വാസത്തിൻ്റെ പേരിൽ ആർഭാടത്തിന് പ്രാധാന്യം കൊടുക്കുന്നുവോ, അവിടെ പിശാച് പ്രബലപ്പെടും. ചില ആഘോഷങ്ങളും തിരുനാളുകളും ശാന്തതയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും യേശുവിനെ കണ്ടുമുട്ടുന്ന അനുഭവത്തിൻ്റെ അവസ്ഥകളിലേക്ക് ഉയരാതെ വെറുപ്പായി, വൈരാഗ്യമായി, സ്പർദ്ധയായി അകലുമ്പോൾ, ബന്ധങ്ങൾ അകലുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ യേശുവിൻ്റെ മനസ്സറിയാതെ, യേശുവിൻ്റെ ഇഷ്ടം തിരിച്ചറിയാതെ ആഘോഷിക്കുന്ന ആഘോഷങ്ങളാണ്. ക്രൈസ്തവ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്തതാണ് ഓരോ ആഘോഷവും. നമ്മൾ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാന ഒരു ആഘോഷമല്ലേ? ഇത്
യേശുവിനെ കണ്ടുമുട്ടാൻ സഹായിക്കുന്ന രീതിയിലാണോ നമ്മൾ പങ്കെടുക്കുന്നത്? ആ രീതിയിലാണോ നമ്മളത് പരികർമ്മം ചെയ്യുന്നത്? ചില സ്ഥലങ്ങളിലൊക്കെ ചിലരൊക്കെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പറയും, അച്ഛാ ഞങ്ങളവിടെ കുർബാനയ്ക്ക് പോകാറില്ല, കുർബാനയ്ക്ക് പോയിക്കഴിഞ്ഞാൽ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, അവിടെ എപ്പോഴും കുർബാനയുടെ സമയത്ത് എപ്പോഴും വഴക്കിൻ്റെയും അല്ലെങ്കിൽ സമ്പത്തിൻ്റെയും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ് എപ്പോഴും ഇങ്ങനെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഭക്തിയോടെ കുർബാനയിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല, വിശുദ്ധമായ ചിന്തകളോടെ വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. പരസ്പരമുള്ള വെറുപ്പിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, സ്പർദ്ധയുടെ അത് തീർക്കുവാനായിട്ടുള്ള വേദികളാക്കി ചില ബലിപീഠങ്ങളെയും ചില ശുശ്രൂഷകളെയും ചില സമർപ്പിതർ ഉപയോഗിക്കുമ്പോൾ വിശ്വാസികളെ പോലും ക്രിസ്തുവിൽ നിന്ന് അകറ്റുവാനായിട്ട് അത് കാരണമാകുന്നു. ദൈവസന്നിധിയിൽ വലിയ കണക്ക് കൊടുക്കേണ്ടതായിട്ട് മാറുന്നു. ദൈവം കൂടുതൽ കൊടുത്തവനിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നു എന്നല്ലേ അവിടെ നിന്ന് പറയുന്നത്. ഈ ചെറിയവരിൽ ഒരുവന് നീ ഇടർച്ചയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ, അവൻ ക്രിസ്തുവിൽ നിന്ന് അകലുവാൻ നിന്റെ നിലപാടുകൾ കാരണമാകുന്നുവെങ്കിൽ, നീ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി മുങ്ങി ചാകുന്നതല്ലേ നല്ലതെന്ന് യേശു തമ്പുരാൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന നിലപാട് ആഘോഷത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുവാനും മുറിപ്പെടുത്തുവാനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യേശുവിനെതിരായി നിലപാടെടുക്കുന്നു. പിശാചിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങളായി നിന്നുകൊണ്ട് വിശ്വാസ ജീവിതത്തെ വൈകല്യപ്പെടുത്തുന്ന ആഘോഷങ്ങളുടെ വക്താക്കളായി നമ്മൾ മാറുകയാണ്. പിശാചിനായിട്ട് നമ്മുടെ ജീവിതങ്ങൾ കൊടുക്കുന്ന വക്താക്കളായിട്ട് നമ്മൾ മാറുകയാണ്. ഈ ദിനത്തിൽ നമ്മൾ ധ്യാനിക്കണം. അനുദിന ജീവിതത്തിലൊക്കെ യേശുവിനായിട്ട് വളരാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മൾ ഇന്ന് വായിച്ച ആ വചനഭാഗത്ത് അവർ ക്രിസ്തുവിനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ്. ക്രിസ്തു ദർശനത്തിനായിട്ടാണ് അവർ ആ തിരുനാളിൽ വരുന്നത്. ഗ്രീക്കുകാർ ക്രിസ്തുവിനെ കാണുവാനായിട്ടുള്ള ആഗ്രഹത്തോടെയാണ് ജെറുസലേമിൽ ആ തിരുനാളിനെ അവിടെ എത്തിച്ചേരുന്നത്. ഓരോ തിരുനാളുകളും ലക്ഷ്യം വയ്ക്കുന്നത് ക്രിസ്തുവിനെ കണ്ടുമുട്ടുക. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതായിരിക്കണം നമ്മുടെ ആഘോഷങ്ങൾ. വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധരുടെ വിശുദ്ധിയും ത്യാഗവും സ്നേഹവും തിരിച്ചറിഞ്ഞ് അവർ യേശുവിന് കൊടുത്ത വില മനസ്സിലാക്കി അവരിലൂടെ യേശുവിനെ കണ്ടെത്തുന്നതായിരിക്കണം നമ്മുടെ ആഘോഷങ്ങൾ. ഈ ലക്ഷ്യം മറക്കുമ്പോൾ, യേശുവിനെ കണ്ടുമുട്ടണമെന്നുള്ള ആഗ്രഹം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ആഘോഷങ്ങൾ ഭൗതികമായ ആഘോഷങ്ങളായിട്ട് മാറും. ചില സ്ഥലങ്ങളിലൊക്കെ തിരുനാളുകൾ ആഘോഷങ്ങളൊക്കെ ഈ ദിവസങ്ങളോളം നീളുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാറുണ്ട്. കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ എന്താണ്, തിരുനാളിന് പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പക്ഷേ ആ തിരുനാളിനോടനുബന്ധിച്ച് വരുന്ന കച്ചവടക്കാരും സാധനങ്ങൾ വിൽക്കാൻ വരുന്നവരും അവിടം വിട്ടു പോകാറില്ല. അവരിങ്ങനെ ലാഭമുണ്ടാക്കാനായിട്ട് ആ ദേവാലയത്തോടനുബന്ധിച്ചുള്ള സ്ഥലത്ത് ഇങ്ങനെ അവർ ലാഭം കൊയ്തെടുക്കാനായിട്ട് അവരിങ്ങനെ കുറേ നാൾ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ എന്താണ്, ആ സ്ഥലത്ത് വരുന്നവരൊക്കെ ഈ സാധനങ്ങൾ വാങ്ങാനും ഇതിൻ്റെ ബഹളത്തിലും തിരക്കിലുമായി പള്ളിയിൽ പോകാനായിട്ട്, പള്ളിയിൽ കയറി യേശുവിനെ കാണുവാൻ, പള്ളിയിലിരിക്കുന്ന സക്രാരിയിലിരിക്കുന്ന ദിവികാരണ ഈശോയുടെ മുമ്പിൽ ഒന്ന് അല്പനേരം സമയം ചെലവഴിക്കാൻ ഒന്നും സമയമില്ല. ബഹളങ്ങളുടെ, ആഘോഷങ്ങളുടെ, ക്രിസ്തുവിനെ പുറത്തു നിർത്തിക്കൊണ്ട് നമ്മൾ ക്രിസ്തുവിന് വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആഘോഷങ്ങൾ നമ്മുടെ ആരാധന അനുഷ്ഠാനങ്ങളിലുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്താനായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടാകണം. നല്ല നിലപാടുകൾ നമ്മൾ എടുക്കണം. വിശ്വാസികളെ വിശ്വാസത്തിലും വിശുദ്ധിയിലും സ്നേഹത്തിലും വളർത്തുവാനും ഒരു ക്രിസ്തു അനുഭവം പകർന്നു കൊടുക്കുവാനും നമ്മുടെ ആഘോഷങ്ങളിലെ, വിശ്വാസ ജീവിതത്തിലെ ആഘോഷങ്ങൾ സഹായിക്കുന്നില്ലെങ്കിൽ നമ്മൾ അത് തിരുത്തുവാനായിട്ടുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന റാസയാഗം, പ്രദക്ഷിണങ്ങളാകാം, ഇവിടെയൊക്കെ യേശുവിനെ കണ്ടുമുട്ടാനായിട്ട് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഒരു സ്ഥലത്ത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു തിരുനാളുമായി ബന്ധപ്പെട്ട് ആ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരിടവകയിൽ ആ ഇടവക ധ്യാനം, തിരുനാളിനോടനുബന്ധിച്ച് ഒരു ഇടവക ധ്യാനവും കൂടെ അവർ സംഘടിപ്പിച്ചു. ചുരുങ്ങിയ ദിവസങ്ങളാണെങ്കിലും ആ ഇടവകയിലുള്ള എല്ലാവരും നന്നായിട്ട് പങ്കെടുത്തു. പ്രിയമുള്ളവരെ, എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ധ്യാന ദിനങ്ങളിലെല്ലാം നന്നായിട്ട് തീഷ്ണതയോടെ അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. അവരുമായിട്ട് ബന്ധപ്പെടാനും ഇടപെടാനും സംസാരിക്കാൻ ഇടയായപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, തിരുനാൾ അനുഗ്രഹമായി തീരുവാൻ, തിരുനാൾ ദൈവാനുഗ്രഹത്തിൻ്റെ ദിനങ്ങളായി തീരുവാൻ ആ ഇടവകയിലുള്ള ഓരോരുത്തരും ഒരു നേരം ഉപവസിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി. അതിനേക്കാൾ ഉപരി ആ ഇടവക വികാരിയച്ഛൻ അദ്ദേഹവുമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. ആ വൈദികൻ രുചികരമായ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അദ്ദേഹം കഴിക്കുന്നില്ല. മനസ്സിലാക്കിയപ്പോൾ അറിയുന്ന എന്താണ്, അന്ന് ആ ഇടവകയിലെ ഈ ആഘോഷങ്ങൾ, ഈ തിരുനാൾ
വളരെ അനുഗ്രഹമായി മാറണം, ദൈവാനുഗ്രഹമായിട്ട് മാറണമെന്ന് ആഗ്രഹിച്ച് വൈദികൻ ത്യാഗപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ട എന്ന് വെച്ച് ഉപവസിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു അഭിഷേകത്തിൻ്റെ അനുഭവം ഉണ്ടാകും, ക്രിസ്തു ദർശനത്തിൻ്റെ അനുഭവം ഉണ്ടാകും, ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ആ തിരുനാൾ ദിനത്തിൽ ധ്യാനമൊക്കെ കഴിഞ്ഞ് അവർ ആ അതിനു മുമ്പുള്ള ആ ധ്യാനം കഴിഞ്ഞുള്ള റാസായിലൊക്കെ വലിയൊരു അഭിഷേകം ഉണ്ടായി എന്നാണ് ആ ഇടവകയിലെ ജനങ്ങൾ എന്നോട് സംസാരിച്ചത്. വലിയൊരു അനുഭവമായിരുന്നു. അവർ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവ മഹത്വത്തിനായിട്ട് കാഴ്ചവെച്ചു. റാസയുടെ സമയത്ത് ചിലരൊക്കെ വിളക്ക് കാല് എടുക്കുന്നത് അതൊരു നേർച്ചയായിട്ട്, യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഈ വിശുദ്ധനിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിയോടെ അവർ ചെയ്തു. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും യേശുവുമായുള്ള സ്നേഹത്തിൽ ആഴപ്പെടുവാനായിട്ട് അവർ ഉപയോഗിച്ചു. ആഘോഷങ്ങളുടെ പേരിൽ മറ്റുള്ളവരെ നമ്മൾ മുറിവേൽപ്പിക്കുന്നുണ്ടോ? കുടുംബ ബന്ധങ്ങളും അയൽ ബന്ധങ്ങളും വിശ്വാസ ജീവിതത്തിലെ ബന്ധങ്ങളും ദൃഢപ്പെടേണ്ട ആഘോഷങ്ങളായി മാറേണ്ട നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ആഘോഷങ്ങൾ വെറുപ്പും വിദ്വേഷവും സ്പർദ്ധയും വളർത്തുവാനും അത് പകരുവാനും കാരണമാകുന്നുണ്ടെങ്കിൽ നിന്റെ ആഘോഷങ്ങൾ ദൈവീകമല്ല. പിശാചിനെ ആഘോഷിക്കുന്ന ആഘോഷങ്ങളുടെ തലത്തിൽ നീ തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. തമ്പുരാൻ്റെ മുമ്പിൽ നമുക്കൊന്ന് എളിമപ്പെടാം. കർത്തൃസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് സമർപ്പിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. ഇന്ന് കേട്ട ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രീക്കുകാർ ജെറുസലേമിൽ തിരുനാൾ ദിനത്തിൽ അവർ വന്നിട്ട് അവർ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കാണിച്ചു തരിക. ക്രിസ്തുവിനെ കാണുവാനായിട്ടാണ് ഓരോ തിരുനാളുകളും. ആ തിരുനാൾ ഇടങ്ങളിൽ കടന്നു വരുന്നവർക്ക് ക്രിസ്തുവിനെ കാണാനായിട്ടുള്ള അവസരങ്ങളായിട്ട് മാറണം. സ്നേഹത്തിൻ്റെ, കരുണയുടെ, കരുതലിൻ്റെ, സാന്ത്വനത്തിൻ്റെ, പ്രോത്സാഹനത്തിൻ്റെ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ നമ്മുടെ തിരുനാളുകൾ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്തതാണല്ലോ തിരുനാളുകളും ആഘോഷങ്ങളും. ഈ തിരുനാളുകളും ആഘോഷങ്ങളും ക്രിസ്തുവിനെ കണ്ടെത്തുവാനും അനുഭവിക്കുവാനും അതിലൂടെ സ്നേഹബന്ധങ്ങളും കൂടുതൽ ദൃഢപ്പെടുത്തുവാനും അകറ്റപ്പെട്ട ബന്ധങ്ങളെ കൂടുതൽ വിളക്കി ചേർക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പെരുന്നാളുകളും ആഘോഷങ്ങളും മറ്റുള്ളവർക്ക് എതിർസാക്ഷ്യത്തിനും ക്രിസ്തുവിനെ അവഹേളിക്കുന്നതിനും കാരണമാകാതിരിക്കത്തക്ക വിധം പരിശുദ്ധാത്മാവിനോട് മറുതലിക്കാതെ ആത്മാവിനോട് തുറവിയുള്ളവരായി തിരുനാളുകൾ ആഘോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ.